വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യനായിട്ടും പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാവുന്നതാണ്. നമ്മൾ ഈ കൺസെപ്റ്റുകളുടെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തേത് പോയിൻ്റ് ഓഫ് വ്യൂ. ദ പെർസ്പെക്റ്റീവ് ഫ്രം വിച്ച് സ്റ്റോറി ഈസ് നരേറ്റഡ് ഓർ ടോൾഡ്. ആരുടെ വീക്ഷണത്തിലൂടെയാണ് കഥ പറയുന്നത് എന്നതിനെയാണ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസിങ് ദ റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. അങ്ങനെ ആരുടെ വീക്ഷണത്തിലൂടെയാണ് കഥ പറയുന്നത് എന്നത് ഈ വായിക്കുന്ന ആളുകൾ ആ കഥ മനസ്സിലാക്കുന്നതിനെ സ്വാധീനിക്കും. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇറ്റ് ക്യാൻ ബി ഫസ്റ്റ് പേഴ്സൺ. നരേറ്റർ ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂക്കിനകത്ത് സംഭവിക്കുന്നത് ഈ കഥ പറയുന്നത് കഥയിലെ ഒരു ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ കോമൺ ആയിട്ട് നോവലുകളിലും മറ്റും കാണുന്നതാണ്. അതിലൊരു ക്യാരക്ടർ തന്നെ കഥ പറയുന്ന രീതിയിലാണ് അതിൽ നരേഷൻ വരുന്നത്. സെക്കൻഡ് പേഴ്സൺ റെയർ. നരേറ്റർ ഡയറക്റ്റ്ലി അഡ്രസ്സസ് ദ റീഡർ. സെക്കൻഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ വളരെ കുറവായിട്ട് മാത്രമാണ് നമ്മൾ പുസ്തകങ്ങൾ കാണുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് പേഴ്സണിലെ പോലെ ഒരാൾ തന്നെയാണ് കഥ പറയുന്നത്. പക്ഷേ ഈ കഥ പറയുന്ന ആൾ റീഡേഴ്സിനെ ഡയറക്റ്റായിട്ട് ഇടയ്ക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വായനക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഒരു കഥയിൽ സന്ദർഭം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെ വായനക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയാണ് സെക്കൻഡ് പേഴ്സണിൽ വരുന്നത്. തേർഡ് പേഴ്സൺ ലിമിറ്റഡ്. നരേറ്റർ ഈസ് എക്സ്റ്റേണൽ ടു ദ സ്റ്റോറി ബട്ട് ഫോക്കസസ് ഓൺ വൺ ക്യാരക്ടേഴ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. എക്സാമ്പിൾ 1984 ബൈ ജോർജ് ഓർവെൽ. തേർഡ് പേഴ്സണിൽ രണ്ട് രീതികളുണ്ട്. ഒന്ന് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡിനകത്ത് കഥയിൽ ഇല്ലാത്ത ഒരാളാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ ഫീലിങ്സും ആ കഥാപാത്രത്തിൻ്റെ തോട്ട്സും എല്ലാം എഴുതിക്കൊണ്ട് നരേറ്റ് ചെയ്യുന്ന രീതിയാണ് തേർഡ് പേഴ്സൺ ലിമിറ്റഡ്. 1984 എന്നുള്ള ജോർജ് ഓർവെലിൻ്റെ നോവൽ ഇതിനൊരു എക്സാമ്പിളാണ്. ഇനി പറയുന്നത് തേർഡ് പേഴ്സൺ ഒംനിസിയൻറ്റ്. നരേറ്റർ നോസ് ഓൾ ക്യാരക്ടേഴ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. എക്സാമ്പിൾ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് ബൈ ജെയിൻ ഓസ്റ്റൻ. ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രീതിയാണ് തേർഡ് പേഴ്സൺ ഒംനിസിയൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നരേറ്റർ കഥയിൽ ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ അയാൾക്ക് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ തോട്ട്സും ഫീലിങ്സും എല്ലാം അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു നോവല് നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൽ ഒരു കഥാപാത്രം ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, വേറൊരു കഥാപാത്രം ചിന്തിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് നരേറ്റർക്ക് എല്ലാ കഥാപാത്രങ്ങളുടെ മനസ്സിൽ എന്താണ്, അവർ ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നൊക്കെ അറിയാൻ കഴിയുന്ന രീതിയിൽ വരുന്നതാണ് തേർഡ് പേഴ്സൺ ഒംനിസിയൻറ്റ്. അടുത്തത് വരുന്നത് പോളിഫോണി. എ നരേറ്റീവ് സ്റ്റൈൽ ദാറ്റ് ഫീച്ചേഴ്സ് മൾട്ടിപ്പിൾ ഡിസ്റ്റിങ്ക്റ്റ് വോയിസസ് ഓർ പെർസ്പെക്റ്റീവ്സ്. പോളിഫോണിയിലകത്ത് നമ്മൾ കാണുന്നത് ഒന്നിലധികം പെർസ്പെക്റ്റീവ്സ്, അതായത് ഒന്നിലധികം വീക്ഷണത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് പോളിഫോണിയിൽ വരുന്നത്. ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ നോവൽസ് വിത്ത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഓർ നരേറ്റേഴ്സ് ഈച്ച് വിത്ത് ദെയർ ഓൺ വ്യൂ പോയിൻറ്റ്സ് ആൻഡ് ബയാസസ്. ഇനി സാധാരണ നമ്മൾ നോവലുകൾ ഇത് കാണുന്ന സമയത്ത് അതിനകത്ത് പല കഥാപാത്രങ്ങളുണ്ടായിരിക്കും. പല കഥാപാത്രങ്ങൾക്ക് പല സ്വഭാവവും പല വിശ്വാസങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ കഥാപാത്രവും അവരവരുടെ ഈ ഒരു പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഈ പോളിഫോണിക്കകത്ത് നമ്മൾ കാണുക. സാധാരണ കഥയ്ക്ക് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു നോവലോ എഴുതുന്ന സമയത്ത് ഓതറിന് കുറച്ച് വിശ്വാസങ്ങളും കുറച്ച് താല്പര്യങ്ങളും ഉണ്ടായിരിക്കും. അതായിരിക്കും അയാൾ ആ നോവലിലൂടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ പോളിഫോണിക്കകത്ത് അയാളുടെ വിശ്വാസങ്ങളെ എതിർക്കുന്നതായിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റ് സങ്കല്പങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദസ്തയേവ്സ്കിയുടെ ബ്രദേഴ്സ് കാരമസോവ് എന്ന് പറയുന്ന നോവലിനകത്ത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. ഒരു സഹോദരൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളും ഒരു സഹോദരൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അതിനെക്കുറിച്ചിട്ടുള്ള സംഭാഷണം നടത്തുന്നത് ഒരു ലോങ് ചാപ്റ്ററാണ് നോവലിനകത്ത്. അപ്പോൾ ഈ ഓതർ ഇതിലേതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നിട്ടില്ല. രണ്ട് വശത്തെയും ഈക്വലായിട്ടാണ് ഓതർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അവരവരുടെ പോയിന്റ്സ് വളരെ നല്ല രീതിയിൽ പറയുന്നതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓതർ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണ്, ഓതറിൻ്റെ പക്ഷം ഇതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനയും വായനക്കാർക്ക് കൊടുക്കുന്നില്ല. ഈ രീതിയിൽ പല അഭിപ്രായങ്ങളെ കുറിച്ചിട്ടും വിശ്വാസങ്ങളെ കുറിച്ചിട്ടുമൊക്കെ ക്യാരക്ടേഴ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് പോളിഫോണിക്കകത്ത് വരുന്നത്. ക്രിയേറ്റ്സ് എ റിച്ചർ ആൻഡ് മോർ കോംപ്ലക്സ് റീഡിംഗ് എക്സ്പീരിയൻസ് കമ്പയർഡ് ടു സിംഗിൾ പോയിന്റ് ഓഫ് വ്യൂ. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരാളുടെ ഒരു
വീക്ഷണം മാത്രം വായിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഒരു റിച്ച് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള അനുഭവമായിരിക്കും ഇങ്ങനെ പല ക്യാരക്ടേഴ്സ് അവരുടെ ഈ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത് വായിക്കുമ്പോൾ ലഭിക്കുക. തിങ്സ് ഫോൾ അപ്പാർട്ട് ബൈ ചിനുവ അച്ബെ ആൻഡ് ബ്രദേഴ്സ് കാരമസോവ് ബൈ ദസ്തയേവ്സ്കി ആർ ഗുഡ് എക്സാമ്പിൾസ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചിനുവ അച്ബെയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നതും ദസ്തയേവ്സ്കിയുടെ ബ്രദേഴ്സ് കാരമസോവും ഇതിലെ നല്ല എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ഇനി വരുന്നത് അലൂഷൻ, എ ബ്രീഫ് റെഫറൻസ് വിത്തിൻ എ വർക്ക് ടു അനദർ വർക്ക് ഓഫ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, മിത്തോളജി ഓർ അനദർ കൾച്ചറൽ ടച്ച് സ്റ്റോൺ. ഈ അലൂഷൻ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ആണ്. നമ്മൾ സാധാരണ സംഭാഷണങ്ങളിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെലവ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനോ ഒക്കെ പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും, ഞാനെന്താ അംബാനിയുടെ മോനാണോ അല്ലെങ്കിൽ അംബാനിയുടെ മോളാണോ എന്നൊക്കെ ചോദിക്കും. അതായത് അംബാനിയുടെ മകൻ അല്ലെങ്കിൽ അംബാനിയുടെ മകൾ എന്ന് പറയുന്ന ഒരു റെഫറൻസ് എന്താണ്, നമ്മൾ അത്ര റിച്ച് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുള്ളതാണ്. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ വേറെ ഏതെങ്കിലും ഒരു വർക്കിലേക്കോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലോ മിത്തോളജിയിലോ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിലേക്കോ ക്യാരക്ടറിലേക്കോ നമ്മളിതിനെ റെഫർ ചെയ്യുന്നതാണ് അലൂഷൻ എന്ന് പറയുന്നത്. അലൂഷൻസ് ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആൻഡ് ക്യാൻ എൻറിച്ച് എ ടെക്സ്റ്റ് ബൈ ആഡിങ് ഡെപ്ത് ആൻഡ് മീനിങ്. അലൂഷൻസ് ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. ഇനി അലൂഷൻസ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് കുറച്ചുകൂടി മീനിങ് ലഭിക്കും. അതായത് ഒരു ഇമോഷണൽ ആയിട്ടൊരു മീനിങ് കൂടി നമുക്കവിടെ ലഭിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റോമിയോ അതുപോലെ ജൂലിയറ്റ് ഷേക്സ്പിയറിൻ്റെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവരെ പോലെ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഈ ഒരു റെഫറൻസുകളെയാണ് നമ്മൾ അലൂഷൻ എന്ന് പറയുന്നത്. റീഡേഴ്സ് ഫെമിലിയർ വിത്ത് ദി അലൂഷൻ വിൽ അപ്രീഷിയേറ്റ് ദി എക്സ്ട്രാ ലെയർ. അപ്പോൾ ഈ അലൂഷനിൽ പറയുന്ന കഥ മുൻപ് വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മുമ്പ് അറിയുന്ന ആളുകൾക്ക് അതിൻ്റെ മീനിങ് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമുക്ക് അലൂഷനിൽ വരുന്നത്. അടുത്തത് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി, ദി ഇൻ്റർ കണക്റ്റഡ്നെസ് ബിറ്റ്വീൻ ടെക്സ്റ്റ്. അതായത് ഒരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ബുക്ക് എഴുതപ്പെടുന്ന അവസ്ഥയാണ് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് മീനിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അനദർ വർക്ക്. സ്വാഭാവികമായിട്ടും ഏത് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയ പുസ്തകം എഴുതുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനെ അല്ലെങ്കിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നതിനെ സ്വാധീനിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ MT വാസുദേവൻ്റെ രണ്ടാം ഊഴം എന്നുള്ളൊരു നോവലിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഭീമനാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്, മഹാഭാരതത്തിലെ ഒരു കഥയുടെ ഒരു അഡാപ്റ്റേഷനാണ് അതിനകത്ത് വരുന്നത്. ആ രീതിയിൽ മഹാഭാരതം മുൻപ് വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിലെ കഥ അറിയാവുന്ന ആളുകൾക്ക് ഈ ഒരു രണ്ടാം ഊഴം എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്ന സമയത്ത് അവരുടെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അത് സ്വാധീനിക്കും. ഈ രീതിയിൽ മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു വർക്കിൽ നിന്ന് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയൊരു വർക്ക് എഴുതുന്ന രീതിയാണ് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി സീൻ ത്രൂ അലൂഷൻസ്, കൊട്ടേഷൻസ്, പാരഡീസ് ആൻഡ് അഡാപ്റ്റേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലൂഷൻ അത് റെഫറൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കോഡ്സ് എടുത്തിട്ട് ഇതിൽ എഴുതുന്നതായിട്ട് വരാം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരഡി അവതരണമായിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റേഷൻ ആയിട്ടോ ഇത് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി നമുക്ക് കാണാവുന്നതാണ്. യുലീസസ് ബൈ ജെയിംസ് ജോയ്സ് ആൻഡ് വൈഡ് സർഗാസോ സീ ബൈ ജീൻ റൈസ് ആർ എക്സാമ്പിൾസ്. ഇനി ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന രണ്ട് വർക്കുകളാണ്. ഇതിൽ യുലീസസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്നൊരു കഥയാണ്. നമ്മൾ നേരത്തെ മഹാഭാരതത്തിന് എടുത്തെന്ന് പറയുന്ന പോലെ ഇത്തരത്തിൽ ഈ പുരാണങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഐഡിയോളജിയും മാർക്സിസ്റ്റ് ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. ആദ്യത്തേത് ഹെജിമണി, ഡെവലപ്ഡ് ബൈ ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ഫിലോസഫർ അന്റോണിയോ ഗ്രാംഷി. ഇറ്റാലിയൻ ഫിലോസഫർ ആയിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയാണ് ഈ ഒരു ടേം മുന്നോട്ട് വയ്ക്കുന്നത്. ദ ഡോമിനൻസ് ഓഫ് എ പർട്ടിക്കുലർ ഐഡിയോളജി ഓഫ് എ ഗ്രൂപ്പ് വിത്തിൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആശയങ്ങൾക്ക് മുൻതൂക്കമുണ്ട് അല്ലെങ്കിൽ ഡോമിനൻസ് ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ഹെജിമണി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ റൂളിംഗ് ക്ലാസിൻ്റെ ആ സമൂഹത്തിൽ ആർക്കാണോ മുൻതൂക്കം ഉള്ളത്, അത് മതപരമായിട്ടായിരിക്കാം, രാഷ്ട്രീയപരമായിട്ടായിരിക്കാം, സാമ്പത്തികപരമായിട്ടായിരിക്കാം, ആ വിഭാഗത്തിൻ്റെ ആശയങ്ങളെയാണ് നമ്മൾ ഹെജിമണി എന്ന് പറയുന്നത്. The hegemonic viewpoint is often presented as natural or common sense, even though it reflects the interest of the dominant group. ഇനി ഈ ഹെജിമോണിക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ആകെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കോമൺ സെൻസ് എന്നുള്ള രീതിയിലാണ്
അവതരിപ്പിക്കാറുള്ളത്. പക്ഷെ അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം താല്പര്യങ്ങളായിരിക്കും പലപ്പോഴും സംരക്ഷിക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു രീതിയാണ്, വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ താമസിക്കുന്നത് പുരുഷന്മാരുടെ വീട്ടിലാണ്. അതൊരു കോമൺ സെൻസ് സമൂഹത്തിൽ അങ്ങനെയാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്താ ഈ ഭർത്താക്കന്മാർക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കാം. പക്ഷെ അത് സമൂഹം അംഗീകരിക്കില്ല. അത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള രീതിയിൽ അംഗീകരിക്കപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഒരു കൾച്ചറൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കഥകളി അല്ലെങ്കിൽ ഈ കർണാടക സംഗീതം എന്നൊക്കെ പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള കലകളാണെന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് നമുക്കുള്ളത്. എന്നാൽ അതേസമയത്ത് നാടൻ പാട്ട് അതുപോലൊരു മഹത്തായിട്ടുള്ളൊരു കലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അല്ല എന്ന് പറയും. അങ്ങനെ അല്ല എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഹെജിമണിയുടെ ഇൻഫ്ലുവൻസ് ആണ്. അതായത് സമൂഹത്തിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു മുൻതൂക്കം നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഹെജിമണി എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു പോയിന്റ്, ദ ട്രാൻസ്ഫർ ഓഫ് സച്ച് ഐഡിയാസ് ഓർ വാല്യൂസ് ഈസ് കോൾഡ് ഇന്റർപെലേഷൻ. ഇന്റർപെലേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടോയ്സ് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് ഒരുപക്ഷെ കാറ്, ഗണ്ണ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളായിരിക്കും വാങ്ങിക്കൊടുക്കേണ്ടായിരിക്കുക. പെൺകുട്ടികൾക്ക് വല്ല കിച്ചൺ സെറ്റോ അല്ലെങ്കിൽ ഈ പാവക്കുട്ടിയോ എന്നുള്ള സംഭവങ്ങൾ ആളുകൾ പൊതുവെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അവരെ ഇതിന് ഇന്റർപെലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനോട് അവരെ ഒതുക്കിയെടുക്കുക, മെരുക്കിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള പ്രവൃത്തികളെയാണ് ഇന്റർപെലേഷൻ എന്ന് പറയുന്നത്. ലൂയി അൽത്തൂസർ എന്ന് പറയുന്ന മറ്റൊരു മാർക്സിസ്റ്റ് ഫിലോസഫറാണ് ഈ ഒരു ടേം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് ഐഡിയോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെജിമണി എന്നുള്ള കൺസെപ്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ് ഐഡിയോളജി. എ സെറ്റ് ഓഫ് ബിലീവ്സ് ഓർ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് റിഫ്ലക്റ്റ് എ പർട്ടിക്കുലർ വേൾഡ് വ്യൂ. ഒരു പ്രത്യേക ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള വിശ്വാസങ്ങളെയാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് ക്രിറ്റിക്സ് ഈ ഐഡിയോളജി ആസ് ദി എഫേർട്സ് ടു എൻഫോഴ്സ് എക്സിസ്റ്റിംഗ് പവർ റിലേഷൻസ്. ഇനി മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിനകത്ത് ഐഡിയോളജി കാണുന്നത് നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങൾ, അതായത് സമൂഹത്തിൽ ഒരു വിഭാഗത്തിൽ ഡോമിനൻസ് ഉണ്ടെങ്കിൽ ആ ഡോമിനൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയായിട്ടാണ് ഐഡിയോളജിയെ കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ലൂയി അൽത്തൂസർ എന്ന് പറയുന്ന ഫിലോസഫറാണ് ഈ ഒരു ടേം ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ഐഡിയോളജി രണ്ട് രീതിയിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഒന്ന്, ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് യൂസ് ബ്രൂട്ട് ഫോഴ്സ് സച്ച് ആസ് ദി ആർമി ആൻഡ് ദ പോലീസ് വിച്ച് ഹീ കോൾസ് ദ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. ഒന്ന്, ഈ പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ബലം പ്രയോഗിച്ചിട്ടുള്ള രീതിയിൽ ഐഡിയോളജി നിലനിർത്തും. അതായത് എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കും എന്നുള്ള രീതിയിലൊക്കെ. അതിനെ അദ്ദേഹം വിളിക്കുന്നത് റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നാണ്. ഇനി അടുത്തത്, ത്രൂ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ദ ഫാമിലി, സ്കൂള്, റിലീജിയൻ, പൊളിറ്റിക്സ് ആൻഡ് ദ മീഡിയ വിച്ച് ഹീ കോൾസ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്. ഇനി അടുത്തത് പറയുന്നത് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ്. അതിനകത്ത് വരുന്നത് സ്കൂള്. അതായത് നിങ്ങളിപ്പോൾ പലപ്പോഴും ചില വിവാദങ്ങളെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് അത് ഉൾപ്പെടുത്തി ഇങ്ങനത്തെ പാഠം വെച്ചു എന്നുള്ള രീതിയിലൊക്കെ. ആ രീതിയിൽ വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് ഐഡിയോളജി വളർത്തുന്നത്, മീഡിയനെ ഉപയോഗിച്ചുകൊണ്ട് മതപരമായിട്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെ ഐഡിയോളജി വളർത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളെയാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് വരുന്നത് സബാൾട്ടേൺ ആണ്. refers to those who are marginalized or excluded from the dominant culture. നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ ഫിലോസഫർ അന്റോണിയോ ഗ്രാംഷിയാണ് ഈ ഒരു ടേം മുന്നോട്ട് വയ്ക്കുന്നത്. സബാൾട്ടൺ എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആണ്, അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് സബാൾട്ടൺ എന്ന് പറയുന്നത്. സബാൾട്ടൺ വോയിസസ് ആർ ഓഫ്റ്റൻ സൈലൻസ്ഡ് ഓർ അൺഹേർഡ്. ഇനി സബാൾട്ടൺ ആളുകളുടെ ഈ ശബ്ദങ്ങൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പലപ്പോഴും റെപ്രസെൻ്റ് ചെയ്യപ്പെടാറില്ല. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ മലയാള സിനിമയുടെ ഒരു പൊതു രീതി, മലയാള സിനിമയല്ല പൊതുവിൽ പല സിനിമകൾക്കും അങ്ങനെ ഒരു രീതിയുണ്ട്, എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം പലപ്പോഴും പുരുഷന്മാരായിരിക്കും. അതിനകത്ത് നായിക എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടെങ്കിലും പലപ്പോഴും ഈ മെയിൽ ക്യാരക്ടറിനെ, ഈ പുരുഷ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്. അതിൽ സബ്ബായിട്ടുള്ള റോളായിരിക്കും ഒരുപക്ഷെ ഈ സ്ത്രീ കഥാപാത്രത്തിന് ഉണ്ടായിരിക്കാം.
നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ ചെറിയ ഉദാഹരണങ്ങൾ സ്ത്രീകൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമ എടുത്തു കാണിക്കാൻ പറ്റുമെങ്കിലും മിക്കവാറും സിനിമകളുടെ ഒരു രീതി അങ്ങനെയാണ്. സിനിമയിൽ മാത്രമല്ല സാഹിത്യത്തിനകത്തും അത്തരത്തിലുള്ള രീതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി അവരെ തന്നെ വീണ്ടും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ കഥ പറയുന്ന സിനിമയായിരിക്കും വളരെ കൂടുതലുണ്ടായിരിക്കും, സിനിമ മാത്രമല്ല പുസ്തകങ്ങളും. ഇപ്പോൾ ഒരു ആദിവാസി ആയിട്ടുള്ള ഒരാളുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ ലോ ക്ലാസ് ആയിട്ട്, എക്കണോമിക്കലി ലോ ക്ലാസ് ആയിട്ട് പാവപ്പെട്ട ഒരാളുടെ കഥ പറയുകയൊക്കെ ചെയ്യുന്ന സാഹിത്യവും ലിറ്ററേച്ചറും അതുപോലെ തന്നെ സിനിമയൊക്കെ നമുക്ക് വളരെ കുറവായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത്തരത്തിൽ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടാതെ മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുന്ന ആളുകളെയാണ് സബാൾട്ടേൺ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യൻ കണ്ടെക്സ്റ്റ് പീപ്പിൾ ആർ മാർജിനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ. ഇനി ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ ആളുകൾ ജാതിയുടെ പേരിൽ, അതുപോലെ തന്നെ വർഗം, അതായത് ഹൈ ക്ലാസ് ആണോ ലോ ക്ലാസ് ആണോ മിഡിൽ ക്ലാസ് ആണോ എന്നതിനനുസരിച്ചിട്ട്, അതുപോലെ തന്നെ ജെൻഡറിൻ്റെ പേരിലും അവർ മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഈ കർണാടക സംഗീതം എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടൊരു സംഭവമായിട്ടും നാടൻപാട്ട് എന്ന് പറയുന്നത് നമ്മൾ അത്ര ബഹുമാനം കൊടുക്കാറില്ല. കാരണം നാടൻപാട്ട് എന്ന് പറയുന്ന കല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിലെ ഒരു താഴെത്തട്ടിൽ കിടക്കുന്ന ഒരു വിഭാഗം ആളുകളായതുകൊണ്ട് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. അതുപോലെ തന്നെ ദളിത് ലിറ്ററേച്ചർ, അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതം പറയുന്ന ഈ സാഹിത്യങ്ങൾ, അതിനെയൊക്കെ വില കുറച്ച് കാണുന്ന, അതിനൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെയാണ് നമുക്ക് സബാൾട്ടേണിനകത്ത് വരുന്നത്. ലിറ്ററേച്ചർ ക്യാൻ ഗിവ് വോയിസ് ടു ദ സബാൾട്ടേൺ എക്സ്പീരിയൻസ്, ചലഞ്ചിങ് ദ സ്റ്റാറ്റസ് കോ ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ്. അങ്ങനെ സാഹിത്യം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ശബ്ദം കൊടുക്കാനും സമൂഹത്തിൻ്റെ ഈ മുഖ്യധാര രീതികളെ വെല്ലുവിളിക്കാനൊക്കെ സാധിക്കും. ദളിത് ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ പാരഗ്രാഫുമായിട്ട് ചോദ്യങ്ങൾ വരാവുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളുള്ളത്. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.